മാഡം, ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രശ്നമുണ്ട്. ഫോണിൽ റേഞ്ച് കിട്ടില്ല. എന്തെങ്കിലും വിവരങ്ങൾ പാസ് ചെയ്യേണ്ടി വന്നാ ആ റിസോർട്ടിൽ പറഞ്ഞാൽ മതി, അവരെന്നെ അറിയിച്ചോളും. ശരിയെന്നോ? ഓക്കെ മാഡം, നല്ലൊരു യാത്ര ആശംസിക്കുന്നു. താങ്ക് യു. ഹായ് അച്ഛൻ. അച്ഛാ, വിഷ്ണു അച്ഛാ. എന്തപ്പത്? ഇതെന്താണ്? ഇതെന്താ വേഷമൊക്കെ ഇട്ടിട്ട്? അല്ല, ഇതെന്ത് കണ്ണടയാ? ഇതൊക്കെ സ്റ്റൈലല്ലേ? ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാ. എന്നാൽ എന്റെ അമ്മോ. ആ അച്ഛാ, നമ്മൾ പൊന്മുടിക്കല്ലേ പോകുന്നേ? ആണാ? അതിനു മുമ്പ് വാട്ടർ പാർക്കിലും കേറുന്നുണ്ട്. ആണാ? ആ, ഇതൊക്കെ ഞാനേ ഇപ്പഴാ അറിയണേ. എന്റെ ശാലിനി, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണ്ടെങ്കിൽ എന്നോട് മുൻകൂട്ടി പറയണ്ടേ? എനിക്കാണെങ്കിൽ ഓട്ടം ഉള്ളതായിരുന്നേ. രാവിലെ ആണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബേഷായിട്ട് കിട്ടുകയും ചെയ്തു. അല്ല പിന്നെ അനു റൂമിന്റെ കാര്യങ്ങളൊക്കെ കൺഫേം ആക്കിയിട്ട് വിഷ്ണുട്ടന്റെ അടുത്ത് പറയാന്നാ കരുതേ. പിന്നെ എല്ലാം റെഡിയായിട്ട് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അല്ല, പിന്നെ ഇന്നലെ ഒറ്റ രാത്രിയിലെ ആലോചനയിലാണല്ലോ ഇങ്ങനെ ഒരു യാത്രയുടെ ഒരുക്കം തന്നെ ഉണ്ടായത്. അതിനതേ ഈ അമ്മയെടുത്താ നന്ദി പറയേണ്ടത്. അല്ല, ഇതറിഞ്ഞപ്പോ മുതല് മക്കളുടെ സന്തോഷം കണ്ടോ നിങ്ങള്? ഇവരുടെ സന്തോഷം കാണാനല്ലേ മോനെ നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് ശരിയാ. ഇവര് കുട്ടികൾക്ക് മാത്രമല്ല, ഒപ്പം ഞങ്ങൾ മുതിർന്നവരും കുറച്ച് സന്തോഷിക്കും അല്ലേ? ഭാഗ്യം. അല്ല, ഈ കളക്ടർ ഇങ്ങനെ ടൂർ പോകുന്നല്ലേ, പ്രോട്ടോകോൾ അനുസരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്കേ ഇറങ്ങാൻ നോക്കാം. സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കണം. അല്ല, കുറച്ച് മാറാനുള്ള ഡ്രസ് അല്ലാതെ വേറൊന്നും കൊണ്ടുപോകല്ലോ. വിശ്രമ സമയങ്ങൾ ആനന്ദകരമാക്കാൻ ട്രാവൽ 10. അത് ശരി. അപ്പൊ എല്ലാം കരുതിയിട്ടുള്ള യാത്രയിലാണ് അമ്മയും മക്കളും അല്ലേ? പിന്നല്ലാതെ. ആ, വിഷ്ണുട്ടന്റെ ഡ്രസ്സൊക്കെ പാക്ഡാ. വാ, മാറിയിട്ട് പോ. അയ്യോ, വേണ്ട 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 വേണ്ട, തൽക്കാലം അതൊക്കെ മതി. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യമില്ലേ, അത് അവിടെ ചെന്ന അപ്പ നോക്കാം അല്ലടാ. ഇത് കുറച്ച് നേരത്തെ വേണമായിരുന്നു എനിക്കിപ്പോ തോന്നുന്നു. എന്തായാലും ഇതുപോലുള്ള യാത്ര ഇടയ്ക്ക് വേണം അല്ലേ അമ്മേ? അടുത്ത തവണ പോകുമ്പോ അമ്മയും പോരണം. ഓ, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നിങ്ങളിപ്പോ പോയിട്ട് വാ.